കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2020 എന്നുള്ള കുറച്ച് വൈഷമ്യങ്ങളടങ്ങിയ ഒരു വർഷം കഴിഞ്ഞ് 2021 എന്നുള്ള വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ കൂറുകാരെ സംബന്ധിച്ചും ഓരോ നക്ഷത്രക്കാരെ സംബന്ധിച്ചും ഗുണഫലങ്ങൾ 2020 ഉണ്ടായവരുണ്ട്, ദോഷഫലങ്ങൾ ഉണ്ടായവരുണ്ട്, പുതിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന നക്ഷത്രക്കാരുണ്ട്. എന്ത് തന്നെയായാലും എല്ലാവർക്കും, ഏതൊരു വ്യക്തിക്കായാലും ഹൃദയനഷ്ടപ്പെടാത്ത വ്യക്തികൾ ആരും തന്നെ കാണത്തില്ല. അപ്പം ഇതിൽപ്പെട്ട വ്യക്തികൾക്ക് ഒരുപാട് പ്രതീക്ഷയേകുന്ന ഒരു വർഷം തന്നെയാണ് 2021 വെച്ച് കഴിഞ്ഞാൽ. ഈ 2021 ഒരാൾക്ക് തന്നെ പല യോഗങ്ങൾ വരുന്നുണ്ട്, ഒരാൾക്ക് തന്നെ പല ദോഷങ്ങളും വരുന്നുണ്ട്. ദോഷങ്ങൾ മാത്രമായിട്ടും ഗുണങ്ങളില്ലാതെ ആർക്കും വരാറില്ല. എല്ലാവർക്കും, മിക്കവർക്കും ഒരുപോലെ ഗുണങ്ങളായിട്ടൊക്കെ തന്നെയാണ് വരുന്നത്. ഓരോ യോഗങ്ങൾക്ക് പിന്നിലും ഓരോ സാധ്യതകളെ, ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥയെ അനുസരിച്ചാണ് ഞാൻ അടക്കമുള്ള എല്ലാ ജ്യോത്സ്യന്മാരും പറയാറ് പതിവ്. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന 2021 രാജരാജ ചക്രവർത്തി യോഗമുള്ള 11 നക്ഷത്രക്കാരെ കുറിച്ചാണ്. അപ്പോൾ 11 നക്ഷത്രക്കാർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യമില്ലേ? ബാക്കി 16 പേര് ഒരു ഗുണം ഇല്ലാത്തവരാണോ എന്നൊക്കെ എല്ലാവരും ചിന്തിക്കും. അല്ല, നിങ്ങളും ഗുണമുള്ളവർ തന്നെയാണ്. നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ വേറൊരു യോഗം തീർച്ചയായിട്ടും ഉണ്ടാവാം. അപ്പം ആ യോഗങ്ങൾ എന്ത് തന്നെ ആയാലും അതിൽ ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുക, ഗുണങ്ങളുണ്ടെങ്കിൽ ആ ഗുണങ്ങൾ അനുകൂലത്തിൽ വരാൻ, അനുഭവത്തിൽ വരാൻ, ജീവിതത്തിൽ ഉണ്ടാവാൻ ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഈശ്വര പ്രാർത്ഥനയും ചിലപ്പോൾ ഒരു ദാനങ്ങളും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം. അതൊക്കെ നല്ല ജ്യോതിഷനെ കണ്ടെങ്കിലേ പറയാനൊക്കെ ഉള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്ത്, സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക, തീർച്ചയായിട്ടും അതിനൊരു നേട്ടം ഉണ്ടാവുന്നതാണ്. ഇപ്പൊ രാജരാജ രാജാവിൻ്റെ ഒരു അറിയാം. എല്ലാവരും 4 പേരുടെ രാജാവാവുന്നവരുണ്ട്, 40 പേരുടെ രാജാവ് ആവുന്നവരുണ്ട്, 4 കോടി ആൾക്കാർ രാജാവാവുന്നവരുണ്ട്. ഇപ്പൊ എന്ത് തന്നെയായാലും അവനും പ്രവർത്തിക്കുന്നതനുസരിച്ചിരിക്കും രാജാവാകുന്നതും മന്ത്രിയാവുന്നതും താഴോട്ട് പോകുന്നതുമല്ല. ഇപ്പൊ രാജാവാവുന്നവർ വീട്ടിൽ ഇരുന്നാൽ ചിലപ്പോൾ ആ വീട്ടിലെ 10 പേരുടെ, ആ വീട്ടിലെ എത്ര അംഗങ്ങളുണ്ടോ അവരുടെ രാജാവായിട്ട് നിൽക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ രാജരാജ ചക്രവർത്തി യോഗം, രാജാക്കന്മാരുടെ രാജാവ് മുകളിൽ നിൽക്കാനുള്ള യോഗം ഇവർക്ക് ശുക്രനെ കൊണ്ടും വ്യാഴത്തിനെ കൊണ്ടും ആദിത്യനെ കൊണ്ടും അങ്ങനെ പല ഗ്രഹങ്ങളെ കൊണ്ടും കർമ്മസ്ഥാനീയനായിട്ടുള്ള കർമ്മസ്ഥാനങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് നമുക്ക് ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ശനിയെ കൊണ്ടും ഒക്കെയാണ്, കർമ്മഫല ശനിയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഫലങ്ങളെ പറയുന്നത്. നമുക്ക് ആ നാളുകളിലേക്കൊന്ന് നോക്കിയാലും. അത് തന്നെ നക്ഷത്രങ്ങളിൽ ആദ്യ നക്ഷത്രമുള്ള അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രം ഞാൻ പറയാനറിയാം, ഒരുപാട് സവിശേഷതകളുള്ള മേടക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അടുത്തത് രോഹിണി നക്ഷത്രം, ഇടവക്കൂറിൽപ്പെട്ടാണ് രോഹിണി, ഭഗവാൻ കൃഷ്ണന്റെ കൂടെ നാളാണ്. അടുത്തത് മകര നക്ഷത്രം. മകര നക്ഷത്രം 2 നക്ഷത്ര സമൂഹത്തിൽ 2 കൂറിലായിട്ട് വരുന്ന നക്ഷത്രമാണ്. അടുത്ത തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രം ഞാൻ പറയാനറിയാം, മഹാദേവന്റെ നാളാണ്. മഹാദേവൻ, തിരുവാതിര, ജ്യോതി, അദ്ദേഹമൊക്കെ രാഹുർദശയിലാണ് ജനനം. ഇവർക്ക് ഒരുപാട് ഗുണങ്ങൾ ആ രാഹു പ്രദാനം ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഇവർക്ക് കാണാറുണ്ട്. അടുത്തത് പൂര നക്ഷത്രം. പൂരം, പൊടിപൂരം എന്നാണ് പറയുന്നത്. അതിൽ പൂരം പറഞ്ഞ പുരുഷൻ എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നാളുകളിൽപ്പെട്ട ഒരു നാൾ തന്നെയാണ് പൂര നക്ഷത്രം. അടുത്ത ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രത്തിനായാലും ചിന്തിക്കേണ്ട ആവശ്യകതയില്ല, എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും ചിന്തിക്കാതെ തന്നെ പ്രയോജനം ഉണ്ടാകുന്ന അവസ്ഥ ഇവർക്ക് കണ്ടുവരാറുണ്ട്. അടുത്ത അനിഴം നക്ഷത്രം. പല പ്രമുഖരുടെ നക്ഷത്രം എടുത്താലും അതിലൊന്ന് തന്നെയാണ് അനിഴ നക്ഷത്രം. ആർക്കും ദോഷകരമായിട്ട് അനിഴ നക്ഷത്രം അങ്ങനെ കണ്ടുവരാറില്ല. പുരാട നക്ഷത്രം. പുരാട നക്ഷത്രത്തിനായാലും ഇറങ്ങി ഒറ്റയ്ക്ക് നിന്ന് എല്ലാം സ്വായത്തമാക്കാനുള്ള സാധ്യതയാണ് ഇവർക്ക് കാണുന്നത്. പുരാട നക്ഷത്രത്തിൽപ്പെട്ടവരാരും തകർന്നു പോയ അവസ്ഥയൊന്നും കാണാനില്ല. അടുത്ത തിരുവോണ നക്ഷത്രം. മഹാവിഷ്ണു ഭഗവാന്റെ നാളായിട്ട് തിരുവോണം നാളിനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന എന്തും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം. അടുത്തത് അവിട്ട നക്ഷത്രം. അവിട്ടം തവിട്ടിൽ നേടുമെന്നാണ് പറയുന്നത്. എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും ഒരു കമന്ന് കിടന്നാൽ പോലും കാപ്പണം കിട്ടുന്ന അവസ്ഥയാണ് പറയപ്പെടുന്നത്. ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രം വളരെ അപൂർത്തിയുള്ള നക്ഷത്രം തന്നെയാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരും ഒരുപാട് യോഗങ്ങൾ ഒക്കെയുള്ള നക്ഷത്രക്കാർ തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ രാജരാജ ചക്രവർത്തിയോഗം ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. ഈ നക്ഷത്രക്കാരൊക്കെയാണെന്ന് അറിഞ്ഞു. നമുക്ക് അനുകൂലത്തിൽ വരാനായിട്ട് ഇവർ പ്രധാനമായിട്ടും ഭജിക്കേണ്ടത് ശുക്രനെ ഭജിക്കേണ്ട അവസ്ഥയുണ്ട്, വ്യാഴത്തിനെ ഭജിക്കേണ്ട അവസ്ഥയുണ്ട്, ബുധനെ ഭജിക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ദേവതകളെ ഭജിക്കുക. ഇവരുടെയൊക്കെ അധിപനായിട്ട് നിൽക്കുന്ന ദേവതകളുണ്ട്. ശുക്രനെ കൊണ്ട് മഹാലക്ഷ്മിയെ പറയാറുണ്ട്, അന്നപൂർണേശ്വരിയെ പറയാറുണ്ട്.
അതുപോലെ ചന്ദ്രനെ കൊണ്ട് പറയുമ്പോഴാണ് ദുർഗാ ഭഗവതിയെ പറയാറുണ്ട്. ആദിത്യനെ കൊണ്ട് പറയുമ്പോൾ ശിവഭഗവാനെയാണ് പറയുന്നത്. ബുധനെ കൊണ്ട് കൃഷ്ണസ്വാമിയാണ് പറയുന്നത്. ഇവരെയൊക്കെ ഭജിച്ച് ഇവർക്ക് യഥാശക്തി വഴിപാടുകളും ഇവരുടെയൊക്കെ വിശേഷമുള്ള ദിവസങ്ങളിലെ വഴിപാടുകളും പ്രധാനുഷ്ഠാനങ്ങളുടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 2021 എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക ഏടായിട്ട് മാറുന്നൊരു വർഷമായിട്ടായിരിക്കും ഇവർക്ക് ജീവിതത്തെ അനുഭവത്തിൽ വരുന്നത്. എല്ലാവർക്കും പറയുന്ന യോഗങ്ങൾ അനുഭവത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.